നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ചായക്കടയിലെ ₹1 മുതൽ വലിയ ബിസിനസ് ഇടപാടുകൾ വരെ നമ്മൾ ഇന്ന് ചെയ്യുന്നത് UPI വഴിയാണ്. ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം എന്നിവയൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ 2026 റിസർവ് ബാങ്കും NPCIയും ചേർന്ന് UPI ഇടപാടുകൾക്ക് വളരെ വലിയ ചില മാറ്റങ്ങളും നിയന്ത്രണങ്ങളും കൊണ്ടുവന്നിരിക്കുകയാണ്. പുതിയ നികുതി നിയമങ്ങൾ, ദിവസേന കൈമാറാൻ കഴിയുന്ന തുകയുടെ പരിധികൾ, 2 ഘട്ടങ്ങളായുള്ള സുരക്ഷാ പരിശോധനകൾ, കൂടാതെ അശ്രദ്ധമായി കൈകാര്യം ചെയ്താൽ ഇൻകം ടാക്സ് വകുപ്പിൽ നിന്ന് ലഭിക്കാവുന്ന നോട്ടീസുകൾ എന്നിവയെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും നിർബന്ധമായും അറിഞ്ഞിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ അക്കൗണ്ട് പൂട്ടുകയോ വലിയ പിഴ അടയ്ക്കേണ്ടി വരികയോ ചെയ്യാം. ഇതേക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാം. ആദ്യം തന്നെ നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന UPI തുകയുടെ പരിധിയെക്കുറിച്ച് മനസ്സിലാക്കാം. സാധാരണ ഒരാൾക്ക് തന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും മറ്റൊരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് ഒരു ദിവസം പരമാവധി അയക്കാൻ കഴിയുന്ന തുക ₹1,00,000 ₹1,00,000 എന്ന പരിധി കഴിഞ്ഞാൽ ആ ദിവസത്തേക്ക് പിന്നീട് പണം അയക്കാൻ കഴിയില്ല. തുകയുടെ കാര്യത്തിൽ മാത്രമല്ല, എണ്ണത്തിന്റെ കാര്യത്തിലും നിയന്ത്രണമുണ്ട്. ഒരു ദിവസം പരമാവധി 20 തവണ മാത്രമേ നിങ്ങൾക്ക് UPI വഴി പണം അയക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ നിയമത്തിൽ ചില വലിയ ഇളവുകൾ നൽകിയിട്ടുണ്ട്. അതായത്, ഉദാഹരണത്തിന് നിങ്ങൾ ഹോസ്പിറ്റൽ ബില്ലുകൾ അടയ്ക്കണം, അല്ലെങ്കിൽ കുട്ടികളുടെ കോളേജ് ഫീസ്, ഇൻഷുറൻസ് പ്രീമിയം, ടാക്സ് പേയ്മെന്റ്, ഗവൺമെന്റ് സേവനങ്ങൾ, യാത്രാ ടിക്കറ്റുകൾ എന്നിവയ്ക്കായി പണം നൽകണം. ഇങ്ങനെയുള്ള പ്രത്യേക ആവശ്യങ്ങൾക്ക് ഒരു ദിവസം ₹5,00,000 വരെ നിങ്ങൾക്ക് UPI വഴി നേരിട്ട് അയക്കാൻ സാധിക്കും. ഓരോ ബാങ്കുകളും അവരുടെ സുരക്ഷ മുൻനിർത്തി ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്താറുണ്ട് എന്നതുകൊണ്ട് നിങ്ങളുടെ ബാങ്കിന്റെ കൃത്യമായ പരിധി എത്രയാണെന്ന് അക്കൗണ്ടുള്ള ശാഖയുമായി ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തണം. പലരും വിചാരിക്കുന്നത് UPI വഴി എത്ര തവണ വേണമെങ്കിലും അക്കൗണ്ട് ബാലൻസ് നോക്കാമെന്നാണ്. എന്നാൽ NPCIയുടെ പുതിയ നിയമപ്രകാരം ഒരു UPI ആപ്പിൽ നിന്നും ഒരു ദിവസം പരമാവധി 50 തവണ മാത്രമേ നിങ്ങൾക്ക് അക്കൗണ്ട് ബാലൻസ് പരിശോധിക്കാൻ സാധിക്കൂ. അതുപോലെ നിങ്ങളുടെ ആപ്പിലേക്ക് വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ ലിങ്ക് ചെയ്യുന്നതിന് ഒരു ദിവസം 25 തവണ മാത്രമേ അനുവാദമുള്ളൂ. ബാങ്കിംഗ് സംവിധാനങ്ങളുടെ മേലുള്ള അമിതഭാരം കുറയ്ക്കാനാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ മാറ്റത്തെക്കുറിച്ച് പറയാം. 2026 ഏപ്രിൽ 1 മുതൽ ഡിജിറ്റൽ ഇടപാടുകൾക്കായി RBI പുതിയ 2 ഘട്ടങ്ങളായുള്ള സുരക്ഷാ പരിശോധന അഥവാ 2 ഫാക്ടർ ഒതന്റിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. മുൻപ് നിങ്ങളുടെ UPI പിൻ മാത്രം അടിച്ചാൽ പണം കൈമാറാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇനി മുതൽ തട്ടിപ്പുകൾ തടയുന്നതിനായി UPI പിന്നിനൊപ്പം നിങ്ങളുടെ ഫോണിലെ ബയോമെട്രിക് ലോക്ക്, അല്ലെങ്കിൽ OTP, അതുമല്ലെങ്കിൽ ഉപകരണത്തിന്റെ പ്രത്യേക അനുമതി എന്നിവ കൂടി ആവശ്യമായി വരും. അതുകൊണ്ട് പണം അയക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് കൂടി അധികമായി ചെയ്യേണ്ടി വരും എന്നോർക്കുക. ഇനി നമ്മൾ വരാൻ പോകുന്ന ഇൻകം ടാക്സ് നോട്ടീസുകളെ കുറിച്ചും പിഴകളെ കുറിച്ചും വളരെ ജാഗ്രതയോടെ കേൾക്കണം. പലരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, സ്വന്തം അക്കൗണ്ടിലേക്ക് സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ വലിയ തുകകൾ വാങ്ങി അത് മറ്റൊരാൾക്ക് UPI വഴി കൈമാറും. വെറുതെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെങ്കിലും ഇൻകം ടാക്സ് വകുപ്പിന്റെ കണ്ണിൽ ഇത് നിങ്ങളുടെ വരുമാനമായി കണക്കാക്കപ്പെടാം. ഒരു സാമ്പത്തിക വർഷത്തിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിന് വലിയ നികുതിയും ഒപ്പം പിഴയും ഒടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നവർ QR കോഡ് വഴി പണം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങളൊരു ബിസിനസ് അക്കൗണ്ട് അല്ലാതെ സാധാരണ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ബിസിനസ് സംബന്ധമായ വലിയ തുകകൾ വാങ്ങിയാൽ ഇത് ബാങ്കുകൾ നിരീക്ഷിക്കുകയും ഇൻകം ടാക്സ് വകുപ്പിന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഒരു വർഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ₹10,00,000 കൂടുതലോ ക്യാഷ് നിക്ഷേപമോ വലിയ തോതിലുള്ള UPI ഇടപാടുകളോ നടക്കുന്നുണ്ടെങ്കിൽ കൃത്യമായ വരുമാന സ്രോതസ് കൈവശം ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ IT വകുപ്പിൽ നിന്നും നോട്ടീസ് വരാൻ വലിയ സാധ്യതയുണ്ട്. ഇനി മറ്റൊരു പ്രധാന കാര്യം, വ്യാജ ഇടപാടുകൾ നടത്തുന്ന അക്കൗണ്ടുകളിൽ നിന്നും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വന്നാൽ ബാങ്കുകൾ നിങ്ങളുടെ UPI IDയും അക്കൗണ്ടും ബ്ലോക്ക് ചെയ്യും. സൈബർ തട്ടിപ്പുകാർ ഉപയോഗിക്കുന്ന പണം പല അക്കൗണ്ടുകൾ വഴിമാറി മറിഞ്ഞ് നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിയാൽ പോലും നിങ്ങൾ അറിയാതെ തന്നെ കേസിൽപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പരിചയമില്ലാത്ത ആളുകളിൽ നിന്നും UPI വഴി പണം വാങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. കൂടാതെ നിങ്ങളുടെ UPI പിൻ നമ്പറോ ബാങ്ക് അയക്കുന്ന OTPയോ ഒരു കാരണവശാലും മറ്റാർക്കും കൈമാറരുത്. ബാങ്ക് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞ് വിളിച്ചാൽ പോലും ഇത്തരം വിവരങ്ങൾ രഹസ്യമായി തന്നെ സൂക്ഷിക്കുക. ബിസിനസ് ആവശ്യങ്ങൾക്കായി വലിയ തുകകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് നിർബന്ധമാണ്. നിങ്ങളുടെ കൃത്യമായ വരുമാന ചെലവും ITR വഴി കാണിച്ചാൽ ഇത്തരം നോട്ടീസുകളെ ഭയപ്പെടേണ്ടതില്ല. സാധാരണക്കാരായ ആളുകൾ തങ്ങളുടെ ചെറിയ ആവശ്യങ്ങൾക്കായി UPI ഉപയോഗിക്കുമ്പോൾ പരിഭ്രാന്തരാകേണ്ടതില്ല. എങ്കിലും വലിയ തുകകളുടെ ഇടപാടുകൾ നടത്തുമ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ കൃത്യമായി സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതാണ്. UPI ഇടപാടുകൾ കൂടുതൽ സുരക്ഷിതമാക്കാനും നികുതി വെട്ടിപ്പുകൾ തടയാനും വേണ്ടിയാണ് ഈ പുതിയ മാറ്റങ്ങൾ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ഡിജിറ്റൽ ഇടപാടുകൾ നടത്തിയാൽ നമുക്ക് സുരക്ഷിതമായി മുന്നോട്ട് പോകാം. പുതിയ ഡിജിറ്റൽ സാമ്പത്തിക നിയമങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ കൃത്യമായ അപ്ഡേറ്റുകൾക്കായി നിങ്ങളുടെ ബാങ്കിന്റെ ഔദ്യോഗിക അറിയിപ്പുകൾ എപ്പോഴും ശ്രദ്ധിക്കുക.